ചോദ്യങ്ങളും ആശങ്കകളും ഞാൻ ആദ്യം പങ്കുവെക്കുന്നത് എന്നോട് തന്നെയാണ്. ആർക്കും ഉത്തരം പറയാം. ഒന്ന്, കഴിഞ്ഞ 25 ആണ്ടുകളായി പ്രധാനപ്പെട്ട 3 മേൽക്കൈ നമ്മുടെ നാട് പ്രത്യേകിച്ചും സ്ത്രീകൾ നേടിയതാണ്. അതിലൊന്ന് 25 ആണ്ടിന് മുമ്പ് സാർത്ഥകമായി നടപ്പാക്കപ്പെട്ട കുടുംബശ്രീ പ്രസ്ഥാനം. അത് സ്ത്രീകളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് നമുക്ക് വിശദീകരിക്കേണ്ട കാര്യം. അതിന് തുടർച്ചയായി 50 അല്ല 60% ഇടങ്ങളിൽ സ്ത്രീകൾക്ക് അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള സംവരണം തരപ്പെടുന്നുണ്ട്. അതിന് ഗംഭീരമായ തുടർച്ചകളുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോളേജിലൊക്കെ ഇലക്ഷൻ നടന്നാൽ എല്ലാ ജനറൽ സീറ്റിലും പെൺകുട്ടികൾ തന്നെ മത്സരിക്കുന്ന അവസ്ഥ നമ്മുടെ കോളേജുകളിലുണ്ട്. ഒരു 10 വർഷം മുമ്പ് ഈ കണ്ടവൻ്റെ പറമ്പ് കളയ്ക്കുന്നത് മേൽജാതിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഏത് പറമ്പിടങ്ങളിലേക്കും ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സ്ത്രീകൾ ഒരുമിച്ച് പോവുകയും അവർ കൂട്ടായി ഒരു അധ്വാനത്തിൻ്റെ ആനന്ദം നേടുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി നമ്മളൊക്കെ ആകുലപ്പെടുന്ന കുടുംബ വ്യവസ്ഥയിൽ അത്ഭുതകരമായൊരു കാര്യം സംഭവിച്ചു. എന്താണത്? ആ കാര്യം കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കറിൽ ഒരാളായി കുടുംബനാഥ, അല്ലെങ്കിൽ കേവലം കാർഡിൽ മാത്രമല്ല, റേഷൻ കാർഡിൽ മാത്രം ഫോട്ടോ അടിച്ചു വന്നതല്ല, ആ കാർഡിൽ വരുന്നതിനപ്പുറത്ത് കുടുംബത്തിൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളായി സ്ത്രീ മാറുകയുണ്ടായി എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ എന്താ? എല്ലാ PTA-യിലും സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 500 സ്ത്രീകൾ പോയിട്ട് അവിടെ 10 പുരുഷന്മാരുണ്ടാവും. അവിടെ PTA പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് അവരെ തിരഞ്ഞെടുക്കും. എല്ലാ ഷോപ്പിംഗ് മാളുകളിലും ഷോപ്പ് ചെയ്യുന്ന സ്ത്രീകളായി മാറി. എല്ലാ പൊതുവിടങ്ങളിലേക്കും സ്ത്രീകൾ വന്നു. അങ്ങനെ കേരളത്തിൻ്റെ പൊതുവിടങ്ങളെല്ലാം സ്ത്രീ സമത്വ കേന്ദ്രങ്ങളോ കുറച്ചുയർന്ന തലത്തിൽ സ്ത്രീ കേന്ദ്രീകൃത ഇടങ്ങളോ ആയി. അപ്പോൾ നമ്മളിപ്പോൾ ആശങ്കിക്കുന്നത് എന്താ? കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ്. നമ്മൾ ആശങ്കപ്പെടുന്നത് കുടുംബങ്ങൾ നടക്കുന്ന കൂട്ടാത്മഹത്യകളെക്കുറിച്ചാണ്. ആ കൂട്ടാത്മഹത്യകളിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 86% കൂട്ടാത്മഹത്യകളും പട്ടിണി കൊണ്ടല്ല, ദാരിദ്ര്യം കൊണ്ടല്ല, അവർക്ക് കഴിയുന്നതിനേക്കാൾ അമിതമായ ഉപഭോഗാസക്തിയുടെ പേരിൽ തങ്ങൾക്ക് വേണ്ടാത്ത ഉയർന്ന വലിയ വീട് വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു വാഹനം വാങ്ങിയതുകൊണ്ട് കടക്കണിയിൽപ്പെട്ട് സ്ത്രീ കുടുംബത്തിലൊരു വല്ലാത്ത ഭാരം ഉണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നവരായി നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് സ്ത്രീകൾ മാറപ്പെടുന്നുണ്ടാവില്ല. അതിദാരിദ്ര്യമില്ലാത്ത നാടാണ് നമ്മുടെ കുടുംബങ്ങൾ. സർഗാത്മക അടരുകൾ, പൊതുവിടങ്ങൾ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടെങ്കിലും ആ ശാക്തീകരണം കുടുംബത്തിനകത്തോട്ട് സർഗാത്മകമായി പോയോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കേണ്ടത്. അത്തരം സർഗാത്മകത എന്നാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, സ്ത്രീ സംഘടനകൾ, സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് എടുക്കുന്നു എന്ന ചോദ്യമാണ്. ഞാൻ എപ്പോഴും അഭിമാനത്തോടുകൂടി പറയുന്നത് 3 സ്ത്രീകൾ നിർണ്ണയിക്കപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വൈകുന്നേരം അമ്മ ഇങ്ങനെ നാരായണീയം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകിട്ട് അമ്മ ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ പെങ്ങൾ വന്ന് പറയുന്നു, അനന്തരവളുടെ കല്യാണം നടന്നില്ല, ഒരു സ്വയംവരാർച്ചന നടത്തണമെന്ന്. നാരായണത്തിൽ കണ്ണെടുക്കാതെ അമ്മ പറയുന്നുണ്ട്, സ്വയംവരാർച്ചന നടത്തിയിട്ട് കാര്യമില്ല, നീ കേരള മാട്രിമോണിയിൽ പരസ്യം ചെയ്യുന്നു. 70 വയസ്സ് താണ്ടിയ ഒരു സ്ത്രീയാണത് പറയുന്നത്. ആനന്ദിലും എച്ചിക്കാനത്തിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന എൻ്റെ വായനയിലേക്ക് ഹരികൃഷ്ണൻ തച്ചാടത്തിൻ്റെ പൊയിലോത്ത് ഡെർബി എടുത്ത് തന്നിട്ട് നിങ്ങൾ ഇതുകൂടി വായിക്കൂ മനുഷ്യ എന്ന് പറയുന്ന ഒരു മകളും എൻ്റെ വീട്ടിലുള്ള സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കുടുംബത്തെ നിർണ്ണയിക്കുന്നതിൽ, കുടുംബത്തിൻ്റെ സർഗാത്മകത വീണ്ടെടുക്കുന്നതിൽ, വർത്തമാനം പറച്ചിൽ വീണ്ടെടുക്കുന്നതിൽ, പാട്ടും വായനയും വീണ്ടെടുക്കുന്നതിൽ പൊതുവിടങ്ങളിൽ അപകടകരമാണ്. നമ്മളെല്ലാം ഒഴിച്ചിട്ട് പോകുന്ന കുടുംബത്തിൻ്റെ അടരുകളിലേക്ക് ആദ്യം വിശ്വാസത്തിൻ്റെ പേരിൽ, പിന്നീട് ഭക്തിയുടെ പേരിൽ, പിന്നെ അതിതീവ്രമായ വർഗീയതയുടെ പേരിൽ എന്തും നടപ്പാക്കാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇതിനെതിരായ ഒരു പ്രവർത്തന പദ്ധതി എപ്പോഴാണ് നമ്മുടെ സ്ത്രീ ശാക്തീകരണ സംഘടനകൾ, പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് നടക്കുക? നാട് ചോദിക്കുന്ന ചോദ്യമാണിത്. ഇതിനകത്ത് ലോകത്ത് തന്നെ ഉള്ള കണക്കിൽ സ്ത്രീകൾക്ക് എത്ര സ്വത്തവകാശമുണ്ട്? സ്ത്രീകൾ ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ അവരുടെ ഭൂമികയിൽ അപരിചിതരാണ്, ദ സ്ട്രേഞ്ചേഴ്സാണ്. അവർ സ്വന്തം വീട് നോറ വലിച്ചടച്ചു പോയ ആ സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം 1897 കഴിഞ്ഞ് എത്ര വർഷമായി എന്നോർക്കുക. അതിന് വ്യത്യാസം വന്നിട്ടില്ല. സ്ത്രീകൾ മാത്രമല്ല ഉപഭോഗത്തിന് ബാധിച്ച്. ഇപ്പോൾ ഇവിടെ ഷിനിലാൽ ഇരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ക്രോക്സിൻ്റെ ഷൂസാണ് നോക്കിയത്. ഇതിപ്പോൾ ഷിനിലാലിൻ്റെ കുഴപ്പമല്ല. ഷിനിലാൽ ഇട്ട ചെരുപ്പ് ക്രോക്സ് അല്ലെങ്കിൽ ഞാനിടുന്ന ചെരുപ്പ്, ഇത് പുരുഷനും സ്ത്രീയും എല്ലാം ഒരുപോലെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ വിക്ടിംസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് എൻജോയ്മെൻ്റ് ഉണ്ട്.
സ്ത്രീ തൊഴിലുറപ്പിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ മിക്സി ഉള്ളത് കൊണ്ട് അവൾ വൈകിട്ട് വരെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. തലേ ദിവസത്തെ ഭക്ഷണത്തിന് ബാക്കിയുണ്ടെങ്കിൽ കേടാകാതെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പിറ്റേ ദിവസം അത് ഉപയോഗിച്ച് സമയവും വിഭവത്തിൻ്റെയും ഉപയോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഗുണപരമായ വശമുണ്ട്, സ്ത്രീക്ക് പുറത്ത് ഇറങ്ങാനുള്ള ഒരു വശമുണ്ടായിട്ടുണ്ട്. മറിച്ച് ഇത് എനിക്ക് വിജയകുമാറിനെ നന്നായി അറിയും. വിജയകുമാർ ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥലമാണ്. അപരത്വത്തിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ അമ്പരന്ന് പോയി. ഇത് അപ്പുറത്ത് നിന്ന് സ്ത്രീ ചെയ്യാത്ത എന്താണ്, സ്ത്രീ സംഘടന ചെയ്യാത്ത എന്താണ്, സാംസ്കാരിക സംഘടന ചെയ്യാത്ത എന്താണ് എന്ന് പ്രശ്നങ്ങളെ അപരവൽക്കരിക്കുക. ഇത് ശരിക്കും നമ്മളിവിടെ സംസാരിക്കുന്ന ഇതാണ്. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ ഇത്രമാത്രം ഭീതിജനകമാണ്. ഞാനും നിങ്ങളും നമ്മളും അടങ്ങുന്ന ഒരു കൂട്ടം, ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, മുസ്ലിംസ് അവരുടെ മദർലാൻഡ് സ്ട്രേഞ്ചേഴ്സ് ആവുകയാണ്. സ്ത്രീകൾ അവരുടെ വീട്ടിൽ സ്ട്രേഞ്ചേഴ്സ് ആവുകയാണ്. ജിസമോൾ തലേ ദിവസം വരെ അവൾ ഭാര്യയായിരുന്നു, അമ്മയായിരുന്നു, അഡ്വക്കേറ്റ് ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം അവൾ ഒന്നുമല്ല. അവളുടെ പഞ്ചായത്തിൽ അവൾ ആരുമല്ല, അവളുടെ വീട്ടിൽ അവൾ ആരുമല്ല, അവൾ ജനിച്ചു വളർന്ന വീട്ടിൽ ആരുമല്ല, അവൾ അമ്മയല്ല, ഭാര്യയല്ല, മരുമോളല്ല, ഒന്നുമല്ലാതാകുന്ന ആ ഒരു സ്ട്രെയിഞ്ചർ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ആണിനും പെണ്ണിനും ഉണ്ട്. പക്ഷേ രാജ്യത്തെ ഒരു വലിയ സമൂഹം എന്നുള്ള നിലയിൽ പൊളിറ്റിക്കലി അനുഭവിക്കുന്ന മുസ്ലിംസ് ആണ് എന്നതുപോലെ തന്നെ ഇമോഷണലി ആൻഡ് പൊളിറ്റിക്കലി അനുഭവിക്കുന്നത് ഓരോ സ്ത്രീയുമാണ്. ഞാനും അതെ, ഈ പറയുന്ന ഞാനും ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം, എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി, എൻ്റെ സാംസ്കാരിക സംഘടന, എൻ്റെ സ്റ്റേജ്, എൻ്റെ സമയം, ഇതിലൊക്കെ ഞാൻ സ്ട്രേഞ്ചറായി മാറും. ഞാൻ അപരിചിതയാണ് അവിടെ. എനിക്ക് സ്വന്തമായി ഒന്നുമില്ല, എനിക്ക് സ്വന്തമായ സമയമല്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ഈ മാർജിനലൈസ്ഡ് സമയത്ത് കൊണ്ടുവന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വെച്ചത്. അതുൾപ്പെടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സുജിത് ടീച്ചറുടെ ഒരു കവിതയുണ്ടല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് ദോശയിടുന്നതിനെ കുറിച്ചൊരു കവിതയുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ വായനശാലകൾ അല്ലെ ഗ്രന്ഥശാലകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരിടമാണ്. എത്ര വായനശാലകളിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ വലിയ പബ്ലിക് ലൈബ്രറികളുണ്ട്, ഗ്രാമീണ വായനശാലകളിൽ എത്രയിടത്ത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി കയറിച്ചെന്ന് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് ആ വായനശാലകൾ പിടിച്ചെടുക്കാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ കടന്നില്ലാത്തത്? അവിടെ സെക്രട്ടറിയായിട്ടോ പ്രസിഡൻ്റായിട്ടോ ലൈബ്രറിയായിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും വായനശാലയിൽ സ്വതന്ത്രമായി ഇരുന്ന് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ടീച്ചർ, ഇപ്പോൾ ബിന്ദു ടീച്ചർ പറഞ്ഞത് നമ്മുടെ വിവേകാനന്ദൻ്റെ കൂടെ അവിടെ പറഞ്ഞ ആളുടെ പേര് പുറത്തു വന്നില്ലെന്നാണ്. നമ്മുടെ തൊട്ടടുത്ത് തെക്കുംഭാഗം എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട്, അവിടെ ഗൗരി എന്ന് പറയുന്ന ഒരു കയർ തൊഴിലാളി ഉണ്ടായിരുന്നു. അവർ 40 ദിവസം ജയിലിൽ കിടന്നുള്ള പല സമരങ്ങളിൽ പങ്കെടുത്തിട്ട് അവരുടെ പേര് ആദ്യമായിട്ട് ഇപ്പോൾ വന്നത് കൊല്ലത്ത് നടന്ന പാർട്ടി ചരിത്ര എക്സിബിഷനിലാണ് എഴുതി വെക്കുന്നത്. മരിച്ചിട്ട് 3-4 വർഷമായി. ഞാൻ പറഞ്ഞ അത്തരം ആളുകൾ ഈ പ്രദേശത്തെല്ലാം ഉണ്ട്, അവരുടെ ഒന്നും വരുന്നില്ല. വരേണ്ടത് എങ്ങനെയാണ്? വളരെ ശക്തമായ ഒരു ഒരു ആധിപത്യം കേരളത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഇതൊക്കെ വളരെ പ്രിലിമിനറി, പ്രാഥമികമായ 1-ാം ക്ലാസ്സിലെ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെയാണ്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. ഉപഭോഗ സംസ്കാരമായാലും ഭക്തി വ്യവസായത്തിൻ്റെ കരുക്കളായിട്ട് മാറുന്നതായാലും ഒക്കെ. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നും ഇവിടെ ഈ രാജു പറഞ്ഞ പോലെ ചരിത്രത്തിൽ നിഴലുകളായി പോകുന്നവർ, അംഗീകാരത്തിൻ്റെ കാര്യത്തിൽ, അധികാരത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വിജയകുമാർ സൂചിപ്പിച്ച പോലെ 46 ലക്ഷം പേരുള്ള കുടുംബശ്രീ, 52% പേർ പഞ്ചായത്തുകൾ ഭരിക്കുന്നു. എല്ലാം വളരെ പോസിറ്റീവായ കാര്യം. അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കെല്ലാം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് വെക്കാൻ കഴിയില്ലല്ലോ. ഇനിയും കിടക്കുകയാണ് ദൂരം.
നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ലോങ്ങസ്റ്റ് റെവല്യൂഷനുമാണ്, ഏറ്റവും ദീർഘമേറിയ വിപ്ലവം എന്നാണ് സ്ത്രീകളുടെ വിമോചനത്തെക്കുറിച്ച് പറയുന്നത്. സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ദ്വന്ദ്വമല്ല, എല്ലാ ലിംഗവിഭാഗത്തിൽപ്പെട്ടവരെയും നമ്മളിവിടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആണാധിപത്യത്തിൻ്റെ ഏറ്റവും അശ്ലീലമായ മുഖങ്ങൾ ദൈനംദിനം സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് കേരളത്തിൽ ഉൾപ്പെടെ. അത് പൊതു ഇടങ്ങളിലാകാം, വീട്ടകങ്ങളിലാകാം, തൊഴിലിടങ്ങളിലാകാം. അത് മാറ്റുക തന്നെ വേണം. ഇപ്പോൾ കേരളം പോലെ തീർച്ചയായിട്ടും നമുക്ക് ബീഹാറുമായിട്ടോ യു പി ആയിട്ടോ ഒന്നും താരതമ്യമില്ല. പക്ഷെ കേരളം പോലും ഇത്രയേറെ നമ്മൾ ഈ പറയുന്ന എല്ലാ പോസിറ്റീവായ കാര്യവും നമ്മൾ അംഗീകരിക്കുമ്പോഴും ആ പോസിറ്റീവായ അവസ്ഥയ്ക്ക് അത് പ്രതിഫലിക്കാത്ത എത്രയോ മേഖലകൾ ഇന്നും ബാക്കിയാണ്. ഇവിടെ സുജ പറഞ്ഞ പോലെ അത് നിങ്ങൾ സ്ത്രീ സംഘടനകൾ ചെയ്യേണ്ടതോ, ഇപ്പോൾ രാജു പറയുന്നത് പോലെ നിങ്ങൾ പൂക്കാസക്കാർ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ലൈബ്രറി കൗൺസിൽ ചെയ്യേണ്ടതോ ഒന്നുമല്ല. നമ്മൾ എന്താണ് ഇതെല്ലാവരും കൂടി ചെയ്യുന്ന ഒന്നാക്കി മാറ്റാത്തത്? സാംസ്കാരിക മേഖലയിലായാലും രാഷ്ട്രീയ മേഖലയിലായാലും തൊഴിൽ മേഖലകളിലായാലും. ഇപ്പം നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ അഡോളസൻസ് എന്ന് പറഞ്ഞൊരു OTT-യിലൊരു സീരീസ് ഉണ്ടായിരുന്നു. അതിൽ കാണിക്കുന്ന ഒരു സ്ത്രീ വിരുദ്ധത, ആ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആൻഡ്രൂ ടീറ്റ് എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് അറിയായിരിക്കും. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക, ആൻഡ്രൂ ടീറ്റിനെ അറിയില്ലേ? അറിയാം. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല. സാറിന് അറിയാൻ വഴിയില്ല. അറിയാമോ ആൻഡ്രൂ ടീറ്റിന്? അറിയില്ല. എന്ന് പറഞ്ഞോട്ടെ, ആൻഡ്രൂ ടീറ്റ് ആരാ? ഈ ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. ഏറ്റവും എത്ര പറയാൻ കഴിയില്ല, അത്ര ഭയാനകമായ തരത്തിൽ സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന. റേപ്പ് എന്നൊരു സാധനമില്ല, സ്വതന്ത്ര സ്ത്രീ എന്ന് പറയുന്ന സാധനമില്ല, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ് എന്ന് ആവർത്തിക്കുന്ന ഇൻഫ്ലുവൻസറാണ്. കൗമാരക്കാരെ മുഴുവനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ മുഴുവൻ. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ സ്ത്രീകളുണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറ, അവരെ പൂർണ്ണമായിട്ടും ജനവിരുദ്ധരാക്കുന്ന, സ്ത്രീ വിരുദ്ധരാക്കുന്ന ജാതി. ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ, നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വംശത്തിൻ്റെ പേരിലൊക്കെ ഉള്ള അപകടകരമായ ചിന്തകൾ സൃഷ്ടിക്കുന്ന വലിയൊരു ശക്തി നമ്മൾ കാണാതെ ഈ ഡിജിറ്റൽ ലോകത്തുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇതൊന്നും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല, ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല. ഇതെല്ലാം കൂടി ചേരുന്ന സമഗ്രമായൊരു പ്രശ്നത്തിൻ്റെ പല വശങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വളരെ ഗൗരവമുള്ള ചിന്തകൾ സൈദ്ധാന്തികമായി പ്രായോഗികമായി ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നു. ഇവിടെ ഈ 3 ചേച്ചിമാരോടും ഈ സാഹിത്യോത്സവത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു ചോദ്യം. ആശാ വർക്കർമാരുടെ കാര്യം എന്താ നിങ്ങൾ പറയാത്തത്? അവരവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കില്ലേ? എത്ര ദിവസമായി ആ സമരം? അതിനെക്കുറിച്ചൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ താല്പര്യം. തീർച്ചയായിട്ടും പറയാം. ഞങ്ങളിവിടെ നിന്ന് വരുമ്പോഴേ പറഞ്ഞു, അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ചോദ്യം, നമ്മളെ ഒന്ന് ഇരുത്താൻ, ആശാവർക്കർമാരെ കുറിച്ച് ഒന്ന് ചോദിച്ചാൽ നമ്മളെ ഒന്ന് ഇരുത്താൻ കഴിയും. അതുകൊണ്ട് ഇതിലൊരു പൊളിറ്റിക്സും ഇരുത്താനല്ല. നിങ്ങൾ പറയും കേന്ദ്ര കൊടുക്കേണ്ടതെന്ന്, പക്ഷെ അല്ല, കേരളത്തിനാണ് അവരുടെ സർവീസ്, കേരളമാണ്. അല്ല, നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മളൊന്നും പറയാനില്ലല്ലോ. നമ്മൾ ആരും ആശമാർക്കൊന്നും എതിരല്ല. ഇതാരാ ഈ സമരം നടത്തുന്നത്? ഇതെങ്ങനെയാണ് ഈ സമരം ഉണ്ടായി വന്നത്? കേരളം ധാരാളമായി സമരം കണ്ടിട്ടുള്ള, പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുള്ള. നിങ്ങളെ പറയുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ സമരം നടത്താവൂ, അല്ലാതെ ഈ ആളുകൾക്കൊന്നും നടത്തരുത്. അല്ല, അവർക്ക് വലിയ സംഘടന വേണം. ചൂരൽ ഈർക്കൽ പാർട്ടി ആയിക്കൂടാ. ഇതൊക്കെ അസംബന്ധമാണ്. ആർക്കും അവരുടെ നീതിക്ക് വേണ്ടി സമരം ചെയ്യാനുള്ള അവകാശം. മറുപടി പറയാൻ സഹിഷ്ണുതയോടെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ. നമ്മളോടൊരു ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുന്നതിന് മുമ്പ് അത് തർക്കിക്കുക. ഇത് എവിടുത്തെ മര്യാദയാ? ഇത് എവിടുത്തെ ജനാധിപത്യ? ഇത് എവിടുത്തെ സഹിഷ്ണുതയാണ്? ആരും ആയിക്കോട്ടെ. സാറിനെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നവരാ, സുധീഷിനെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം ചോദിക്കുക, ഞങ്ങൾ 3 പേരും ഇവിടെ നിരന്നിരിക്കുക, അതിന് ഉത്തരം പറയാൻ സമയം തരാതിരിക്കുക, അതെന്തൊരു കാര്യമാണ്? നമ്മൾ ഉത്തരം ഒരു വാചകം പറഞ്ഞല്ലേ ഉള്ളൂ, അത് ബാക്കി പറയാൻ സമ്മതിച്ചില്ലല്ലോ. പറയുന്നില്ല, അവസാനിപ്പിച്ചു. അല്ല, ഞാൻ
രാജുവിൻ്റെ ഒരു കാര്യത്തിനോട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം രാജു പറഞ്ഞ് ഒരു കർഷക തൊഴിൽ അല്ല കയറ് പിരിക്കുന്ന തൊഴിലാളിയെക്കുറിച്ച്, നമ്മൾ ഗൗരിയെക്കുറിച്ച് വേറൊരു ഗൗരിയമ്മ ഉണ്ടായിരുന്നു. ഞാൻ ഗൗരിയമ്മയുടെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഗൗരിയമ്മ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടന്ന എല്ലാ സമരങ്ങൾക്കും ഒരു പ്രശ്നം വരുമ്പോൾ മുതലാളി അല്ലെങ്കിൽ ജന്മി വീട് കുടിൽ കത്തിച്ച് കളഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലിടുമ്പോൾ ഇവരെല്ലാം നോക്കിയിരിക്കും ഗൗരിയമ്മ വരാൻ, ഗൗരിയമ്മ സംസാരിക്കാൻ. അതുപോലെ ആദ്യത്തെ ലോക്സഭാംഗമായിരുന്ന തിരുവനന്തപുരത്തു നിന്ന് ജയിച്ച ആനി മസ്ക്രീൻ, തീനാവുള്ള സ്ത്രീ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച, പ്രത്യേകം പട്ടംതാണുപിള്ളയ്ക്ക് അവരെക്കുറിച്ച് എഴുതിയത് ഇവരെ മന്ത്രിസഭയിൽ എടുക്കരുതെന്ന് എഴുതിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്ത്രീകൾ വരുന്നിടത്തെല്ലാം ഇത്തരം ഗട്ടറൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആശാവർക്കർ സമരത്തെക്കുറിച്ച് ശരിക്കും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, സമൂഹത്തിൽ ഇടപെടുന്ന സ്ത്രീ എന്നുള്ള നിലയിൽ, നിരീക്ഷിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സ്ത്രീകളുടെ സമരം പരാജയപ്പെടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം വിഷമമാണ്, സങ്കടമാണ്. കാരണം സ്ത്രീകൾ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി തെരുവിൽ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഈ നിരന്തര സമരം ചെയ്യുന്നുണ്ട്. ഈ സമരം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ, കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, ഇതെല്ലാം നമുക്കെല്ലാം അറിയാം. പിന്നെ ഈ പറഞ്ഞു കിടന്ന് ഈ രോഷം കൊണ്ട് ഞങ്ങൾ ആരും സമരത്തിനെതിരല്ല, ഞങ്ങളെല്ലാം അവിടെ പോയി കാണാറുള്ളതാണ് ഇവരുടെ സമരം നടക്കുന്ന രീതികൾ. ഞാൻ അതിനൊന്നും കൊച്ചാക്കി കാണുന്നില്ല. ഒരാൾ സമരം കിടക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് സമര കേരളം അംഗീകരിക്കാതിരിക്കില്ല, എല്ലാവരും അംഗീകരിക്കും. അവരുടെ സമരവും എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരിടമുണ്ടാക്കിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സമരങ്ങളും വിജയിക്കില്ല. സമരങ്ങൾ ചിലപ്പോൾ ഈ സമരം തന്നെ നാളെ വിജയിച്ചു എന്നിരിക്കും, കൂടുതൽ ആളുകൾ സമരത്തിലേക്ക് വന്നു എന്നിരിക്കും. ഗവൺമെൻറ് ഒരുപക്ഷെ ഇപ്പം തന്നെ ചില പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഒരു സമരവും പരാജയമല്ല, പരാജയപ്പെട്ടു എന്ന് ധരിക്കരുത്. ഒരു സമരവും പരാജയമല്ല, അതൊരു സ്പേസ് ഉണ്ടാക്കലാണ്. അതുകൊണ്ട് ആശാ സമരമാരുടെ കൂടെ തന്നെയാണ് നമ്മൾ. അതിനൊന്നും ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് ശരിക്കും പുരുഷ കേന്ദ്രീകൃതമാണോ വന്നത്? കൃത്യമായ ചോദ്യമാണ്. ശരിക്കും സ്ത്രീകളും സ്ത്രീ വിരുദ്ധതയുടെ ഭാഗമാകുന്നില്ലേ പലയിടത്തും? അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, നമ്മളിവിടെ നിൽക്കുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. അത് ആന്തരികവൽക്കരിച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരുമാണെന്ന് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകളെക്കാൾ സ്ത്രീപക്ഷമായി ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്, പുരുഷന്മാരെക്കാളും സ്ത്രീവിരുദ്ധമായി ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട്. അല്ലാതെ സ്ത്രീകളെല്ലാവരും മാലാഖമാരും പുരുഷന്മാരെല്ലാവരും ഇതുമാണെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ആന്തരികവൽക്കരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആകുമ്പോഴാണ് അതിനെ പുരുഷാധിപത്യ സമൂഹം എന്ന് പറയുന്നത്. അല്ല, അത് നമ്മളെല്ലാവരും കൂടി ജനാധിപത്യപരമായി ഇടപെട്ടുകൊണ്ട് മാത്രമേ ഈ മനോഭാവം മാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിരുദ്ധര സ്ത്രീകൾക്ക് എതിരെയാണ് പുരുഷന്മാരെല്ലാം എന്നോ, സ്ത്രീകളും പുരുഷന്മാരും കൂടെ നടത്തേണ്ട ഒരു യുദ്ധമാണെന്നോ, അതിൽ സ്ത്രീകൾ ജയിക്കണമെന്നോ നമ്മളത് പ്രാഥമികമായി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഉണ്ടാക്കേണ്ട കാര്യമാണ്. സമയത്തിന്റെ ഒരു ഇത് പാലിച്ചേ പറ്റൂ. തീർച്ചയായും ബിന്ദു ടീച്ചർക്ക് എന്തോ പറയാനുണ്ട്. സാർ പറയൂ, ഒരു മിനിറ്റ് പെട്ടെന്ന്. അല്ല, ഞാനിത് ഒരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ, ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഒരുമിച്ച് ഇപ്പോൾ സ്ത്രീ അധികാരം സ്വാതന്ത്ര്യം എന്നാണല്ലോ വിഷയം. ഇവിടെ ഗാർഹിക പീഡനത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ എവിടെയാണ്? കൊല്ലത്താണ്. ഞാൻ പറഞ്ഞു വന്നതല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പുരുഷാധിപത്യ പ്രവണതയുള്ളവയാണ്. സ്ത്രീകളുടെ പ്രാതിനിധ്യമെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വളരെ കുറവാണ്. കേരളത്തിൽ ശരിക്കും ശക്തമായൊരു സ്ത്രീ വിമോചന പ്രസ്ഥാനമുണ്ടോ? എൻ്റെ സംശയമാണ്. ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അധികാരത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദാര്യത്തിലുള്ള, അല്ലെങ്കിൽ അധികാരഘടനയുടെ ഔദാര്യത്തിലുള്ള ഒരു സ്ത്രീ വിമോചന പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് മതിയോ? കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു പ്രവർത്തനമാണോ അത്? ഇത് നേരത്തെ ചോദിച്ച ഈ ആശാസമരവുമായുള്ള ഒരു
കോൺഫ്ലിക്റ്റ് അവിടെ നിലനിൽക്കുന്നതിൻ്റെ ബാക്കിയാണ് ഈ ചോദ്യം എന്ന് വിചാരിക്കുന്നത്. ഭരണവും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികളും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇതെന്തിനാ ഈ ഭരണകൂടത്തെയും അതിനോട് അനുയോജിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഐഡിയോളജി വിശ്വസിക്കുന്ന ആളെയും കൂടെ കൂട്ടി നിൽക്കുന്നത്? ഇവിടെ ഇപ്പോൾ ആ ചോദ്യം വരാനുള്ള കാര്യം തന്നെ ഒരു മുൻവിധി ഉള്ളത് കൊണ്ടാണ്, നേരത്തെ ചോദിച്ച ചോദ്യം. അപ്പോൾ ഭരണകൂടത്തിന് അതിൻ്റേതായ സ്വഭാവം നിലനിർത്തേണ്ടതുണ്ട്. ഞങ്ങൾ ടീച്ചർ കൃത്യമായി പറഞ്ഞല്ലോ, ആ സമരത്തെ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ന്യൂ സ്പേസായി കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് പുരുഷാധിപത്യം എന്ന് പറയുന്നൊരു വ്യവസ്ഥയാണ്. സ്ത്രീകളും ഞാനും നിങ്ങളും കുട്ടികളും ഈ ലോകത്ത് എന്തുണ്ടായിട്ടുണ്ടോ, പ്രകൃതി പോലും അതിന് കീഴടങ്ങി നിൽക്കുന്നു. ആ വ്യവസ്ഥയ്ക്കെതിരായുള്ള പോരാട്ടം ഒരു വിമോചന പ്രസ്ഥാനത്തിൻ്റെ ബാധ്യതയല്ല. നേരത്തെ അതും വന്നു ഉത്തരത്തിൽ. അപ്പോൾ നിലനിൽക്കുന്ന ഈ എല്ലാം മുഴുവൻ പിന്നെ സ്ത്രീ വിരുദ്ധമായ നിലപാടുകളെയും പ്രതിരോധിക്കണമെങ്കിൽ ഒന്നിച്ച് നിൽക്കുക എന്നൊരിതിലേക്ക് പോകും. അവിടെ വ്യത്യസ്തരാണ് നമ്മൾ എല്ലാവരും, ഏകോദര സഹോദരങ്ങളൊന്നുമല്ല. പക്ഷേ ഈ ഒരു ലൈബ്രറി സ്വന്തമാക്കുന്നതിൽ, ഒരു പുസ്തകം ചർച്ച ചെയ്യുന്നതിൽ, ഒരു പ്രകടനം നയിക്കുന്നതിൽ, ഇവിടൊക്കെ നമുക്ക് ഐക്യദാർഢ്യപ്പെടാവുന്ന ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലേക്ക് വരാനാണ് വാസ്തവത്തിൽ ഇത്തരം ചർച്ചകൾ സഹായിക്കുക. ഇവിടെ പുരുഷന്മാർ മാത്രമാണ് ചോദ്യം ഉന്നയിച്ചത്. അതിനുള്ളൊരു മാനസിക പ്രേരണ എന്തുകൊണ്ടാണ്? കാരണം എല്ലാവരും വിചാരിക്കുകയാണ് പുരുഷന്മാർക്കെതിരെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല, ഇവിടെ അവസാനം ചോദ്യം ചോദിച്ച ആൾ പോയിന്ന് തോന്നുന്നു. ഇല്ല, പിന്നെ അദ്ദേഹവും കൂടി സ്വയം ഒരു വിമർശനം നടത്തണം. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എല്ലാം നമ്മളൊരു ചെറിയ കമ്മിറ്റിയിൽ കൂടുക. ഇവിടെ ഈ ഒരു ഫെസ്റ്റിവൽ നടത്തണം. അവിടെ സ്വാഭാവികമായിട്ടും പുരുഷന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾ അവിടെ എത്തും. അപ്പം നിങ്ങൾ ആര് പറയും ഇതിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്, സ്ത്രീകൾ ഇതിനകത്ത് വേണം? കാരണം സമൂഹത്തിന്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ വിപ്ലവം 25 വർഷം കൊണ്ട് സ്ത്രീകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസൃതമായി നിൽക്ക് അത് നിങ്ങളുടെ കയ്യിലാണ് അധികാരം അവിടെ ഇരിക്കുക. ഞാൻ അനുഭവിച്ചും കാണുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ ഏതെങ്കിലും കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ അവിടെ ബോധപൂർവ്വം, നിങ്ങൾ ചിരിക്കരുത്, സത്യമായിട്ട് വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത് പോരാ, ഇവിടെ ഒരു സ്ത്രീ വേണം. ഒരു സ്ത്രീ പറയുന്നത് വരെ മഹാന്മാരായ പുരുഷന്മാരെ നിങ്ങളെല്ലാം നിശബ്ദരായിരിക്കും. ഒരാളും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു സ്ത്രീ ആ കമ്മിറ്റിയിലുണ്ടെങ്കിൽ ആ സ്ത്രീ പറയും ഇത് പോരാ, സ്ത്രീകൾ ബേബിസഖ ഉണ്ടെങ്കിൽ, ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇടതുവശത്തും വലതുവശത്തും കണ്ടിട്ടുള്ള ബേബിസഖാവ് പറയും ഞാനിവിടെ ഇരിക്കണമെങ്കിൽ ഒരു സ്ത്രീയെങ്കിലും സ്റ്റേജ് വേണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി എടുക്കുമ്പോൾ ഇത്ര സ്ത്രീകൾ വേണം. മുഖ്യമന്ത്രി പറയുമായിരുന്നു. പിന്നെ അത് അങ്ങനെ നമ്മളെല്ലാം സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എത്ര പ്രാവശ്യം എത്ര സ്ത്രീയെ അത്തരത്തിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അധികാരത്തിൻ്റെ പദവിയിലേക്ക് നീക്കി നിർത്തിയിട്ടുണ്ട്. ഒരു പഞ്ചായത്തും സംവരണം മാറുമ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം അറിയാം എത്ര പുരുഷന്മാർ അസ്വസ്ഥമാവും. സ്ത്രീ സംവരണം വാർഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു വാർഡിലാവുമ്പോഴത്തേക്കും എത്ര പുരുഷന്മാർ അസ്വസ്ഥമാകും. ലൈബ്രറി കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ കമ്മിറ്റികളിലും എങ്ങനെ വെറും ഒരു ടൈറ്റിൽ മാത്രമേ കാണുള്ളൂ. എന്നാൽ പോലും അവിടെ ഒരു സ്ത്രീയെ വെക്കാൻ എത്ര പ്രയാസപ്പെടണം, എത്ര ഊർജം ചെലവഴിക്കണം, എത്ര വാക്കുകൾ ചെലവാക്കണം. ഇത് മാറാതെ പറ്റില്ല. നമ്മളിവിടെ ഇത്രയും ചർച്ചയിൽ പങ്കെടുത്തു, ഞങ്ങളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ അടിച്ച് നിലത്തിടാനോ ആണ്, അല്ലെങ്കിൽ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ദയവായി നമ്മളൊരു ബോധപൂർവമായ, കാരണം അധികാരം നിങ്ങളുടെയിലാണ്, പുരുഷൻ്റെയിലാണ് ഇരിക്കുന്നത്.